ബാക്ക് ടു മൈ ഹാപ്പി തിങ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്റെ കൂടെ ആരാ ഇരിക്കുന്നെന്നുള്ളത് കാണിച്ചു തരാം. ജീവന്മാരുടെ പോരാട്ടമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് നോക്കാൻ വേണ്ടിട്ട്. നോക്കണം ആഗ്രഹമുണ്ട്, രണ്ടുപേരുടെ കണ്ടെത്തിയിരിക്കുന്നുള്ളത് കൊണ്ട് ഇറങ്ങി കഴിയുമ്പോ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഭയങ്കര ഒരു എന്താ പറയാ വലിയ കാര്യമായിട്ടുള്ള ഒരു വ്ളോഗ് അല്ല. ഒരുപാട് നാളായി ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുത്തിട്ട് അപ്പൊ ഇന്ന് അല്ലെ നോർമലി അല്ലാത്ത വീഡിയോസ് ഒക്കെയാണ് എടുക്കണേ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇവളുടെ കൂടെ ഞാൻ എപ്പോഴും പുറത്തു പോകണം. ഇവളാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ അതുകൊണ്ടല്ല ചില സമയത്ത് വീഡിയോയുടെ നിലവാരം കാണുമ്പോൾ ഞാൻ വേണ്ടെന്ന് വെപ്പിക്കുന്നതാ. കട്ടി. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിന്ന് നൈറ്റ് കഴിഞ്ഞു. എന്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് 3 ദിവസത്തെ കഠിന നൈറ്റിന് ശേഷം ഇന്ന് ഓഫാണ്. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നാട്ടോ. ഇവക്ക് ഇന്ന് ഈവനിങ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ടൈം ഒരുമിച്ച് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്തു പോവാം. പുറത്തു പോകും നമ്മൾ ആദ്യം പിന്നെ ചിന്തിക്കുന്നത് എന്താ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. നേരം വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ചു. അപ്പം കൊറേ നാളായിട്ട് കഴിക്കാൻ പോണെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് മസാല ദോശ. അപ്പൊ നമ്മൾ ഇന്ന് മസാല ദോശ കഴിക്കാൻ വേണ്ടിട്ട് പോവാം. അത് മാത്രമല്ല കേട്ടോ, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മസാല ദോശ പോയി കഴിക്കണം. ഏകദേശം നമ്മൾ വന്നിട്ട് ഇപ്പൊ 6 മാസം ആവുന്നു കേട്ടോ. ന്യൂസിലാൻഡിൽ വന്നിട്ട് അത്രയായി. അപ്പൊ വന്നിട്ട് ഏകദേശം 6 മാസമായി. ഈ 6 മാസത്തിനിടയ്ക്ക് ഇതുവരെ ആ സാധനം കഴിച്ചിട്ടില്ല. ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിൽ മാവരയ്ക്കുന്ന മെഷീൻ ഇല്ല. എന്റെ വീട്ടിലുണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു കൊതി കൊണ്ട് പോയി കഴിക്കാന്ന്. അവിടെ ചെന്ന് പൈസ കാണുമ്പോൾ നമ്മളിങ്ങനെ നമുക്കതിൽ ഇപ്പോഴും കൺവേർട്ട് ചെയ്യണ കുറച്ച് കുറഞ്ഞു കേട്ടോ. ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യണ കുറച്ച് കുറഞ്ഞു. എന്നാലും ഉണ്ടാവും. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് എന്തോ പറയുന്നു. നമ്മള് മാപ്പൊക്കെ ഇട്ടോ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഇന്നത്തെ മസാല ദോശ കഴിപ്പും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. ഈ വീഡിയോ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇതുപോലത്തെ കംപ്ലീറ്റ് ആവാത്ത ഒരുപാട് വ്ളോഗുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയാൽ മതിയായിരുന്നു. അപ്പൊ ഇനി പോണ കഴിക്കാൻ ഹായ് പറഞ്ഞോടി. ഹായ്. നമ്മള് സേഫ് ആയിട്ട് എത്തിച്ചു ഞാൻ എത്തി. അതുകൊണ്ട് ഇനി അവൾക്ക് ഹായ് പറയാം. അപ്പം നമ്മള് ഇവിടെ എത്തി. ആദ്യം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്ലാൻ. കട നേരം വെളുക്കുന്ന പാട് കെട്ടി എഴുന്നള്ളി പോന്നേക്കണോണ്ടേ. അതെ, ഫുഡ് ആയോ തുറപ്പിച്ചിട്ട് വേണം, തുറന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയണം. നമ്മളങ്ങനെ പോയപ്പോൾ തുറന്നിട്ടില്ല. 9:30 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കുഞ്ഞ് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പം അത് വാങ്ങിയിട്ട് വരുമ്പോഴത്തേനും 10 മണി ആവുമല്ലോ. അപ്പം നമുക്ക് കയറി കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് വാങ്ങാം. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഒരു അടപ്പ് പാത്രം മേടിക്കാനായിട്ടായി ഇൻട്രോ മൊത്തം. ഞാൻ ചില്ലിന്റെ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ചില്ലിന്റെ പാത്രം വാങ്ങണമല്ലോ. ഇത്രയും വലിയ ഒരു ചില്ലിന്റെ പാത്രം കേട്ടോ, $5. ഇതിലും കുറച്ചുകൂടെ വലുതുണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഇതെടുക്കും. നമ്മളിതെടുത്തു കേട്ടോ, കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു പാത്രം എടുത്തു. നമ്മൾ സ്ഥിരമായിട്ട് തെണ്ടാൻ വരുന്ന സ്ഥലമാട്ടോ ഇത്, കേമാട്ട് എന്ന് പറഞ്ഞിട്ടത്. എനിക്കൊന്ന് ഇവിടെ പൈസ കുറവാണ് കുറച്ചും കൂടി എന്നാണ് പറയപ്പെടുന്നത്. നമുക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തല്ലേ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നല്ല വെളുത്തിരിക്കുന്നില്ലേടി. ഒന്നും പോകില്ല, ഇതൊക്കെ നാച്ചുറൽ കളറാ. അവളുടെ നാച്ചുറൽ കളർ ഇല്ല. കട്ട് ചെയ്യില്ല, ഞാൻ അങ്ങനെ തന്നെ ഇടും. നീ കട്ട് ചെയ്യുന്നു വിചാരിക്കാനില്ല. ഇല്ല,
ഞാൻ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടണം. ഇതൊക്കെ ബെഡ്ഷീറ്റിന്റെ സെക്ഷൻ ആട്ടോ. ഈ കാണുന്ന എല്ലാം ബെഡ്ഷീറ്റിന്റെ സെക്ഷനാണ്. സിംഗിൾ പീസ് നല്ല ഭംഗി കളർഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ കേട്ടോ. ഡബിൾ അല്ലേ? ഓക്ക് ക്യൂൻ വേണം. ഇത് കണ്ടത് എനിക്ക് ഇത് നല്ല രസമുണ്ടല്ലേ? ഇത് നല്ല നമുക്ക് ചെറിയൊരു അയ്യതേ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടതല്ല. അല്ല ദിസ് ഫോർ യു മൈ കിട്ടിയവൻ. കുറെ കുഷ്യൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഇങ്ങനെ കുഷ്യൻസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ. ഇത് ഈ ഒരു ഏരിയ റീഡ് ചെയ്യാനായിട്ടൊക്കെ ഇതുണ്ടോ? ഫുള്ള് കുഷ്യൻസാ ഇവിടെ. ഒത്തിരി റീഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒത്തിരി റീഡ് ചെയ്യുന്ന ആൾക്കാരെന്നോ ഒത്തിരി വായിക്കുന്ന ആൾക്കാർ അത് മതി കേട്ടോ. റീഡ് ചെയ്യുന്നു തള്ളാട് സഹോ കുറേ ഉണ്ട് ഇങ്ങനത്തെ. ഇവിടെ ഇങ്ങനെ റഗ് ഐറ്റംസ്. ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനത്തെ കുറെ റഗ് ഐറ്റംസാണ്. എന്തിനാ? പുതയ്ക്കാനാണ്. ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ഇനി അങ്ങോട്ട് ഡ്രസ്സാട്ടോ. നമ്മുടെ പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് എവിടുന്നറിയോ? കിഡ് സെക്ഷനിൽ നിന്നാണ്. സത്യം അത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിഡ് സെക്ഷനിൽ പോയാൽ നമ്മുടെ കറക്റ്റ് ഭാഗത്തിന് കിട്ടും. ഇവിടെ ഉണ്ട് കറക്റ്റ് ഭാഗത്തിന് കിട്ടും. നമ്മൾ എടുത്ത ഡ്രസ്സ് എല്ലാം കിഡ് സെക്ഷനിൽ നിന്നാണ്. കിഡ് സെക്ഷൻ്റെ ലാർജ് സൈസ് ഏറ്റവും അങ്ങേറ്റൊരു സൈസ് വരുന്ന ഏതാണോ അത്. അപ്പോൾ നമ്മൾ കിഡ് സെക്ഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സെയിം ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കിഡ് സെക്ഷനിൽ നിന്ന് തന്നെ. ഇത് കണ്ടോ 16 ഇതിൻ്റെ സൈസ്. ഞാൻ ഇതിൻ്റെ 14 എടുത്തിട്ടുള്ളൂ. അങ്ങനെ കുറേ ഉണ്ട്. ഈ ഡ്രസ്സൊക്കെ ഇതൊക്കെ നമുക്ക് പാകാവും. എല്ലാം പാവാവും. ഇതും നമ്മുടെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും റിയ ഇട്ടത് ഈ ഡ്രസ്സാണ്. നമ്മളപ്പോൾ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പോവുക. ഇപ്പോഴേലും തുറന്നാൽ മതിയായിരുന്നു. ഇപ്പം ഏകദേശം 10:30 കഴിഞ്ഞു. അപ്പോൾ എന്താണേലും ഇവർ തുറന്നിട്ടുണ്ടാവും. നമ്മളായിരിക്കും മിക്കവാറും ദ ഫസ്റ്റ് കസ്റ്റമർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർഡർ ചെയ്തിട്ട് 15 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അതിന് മസാല ദോശയുടെ പൈസ എങ്ങനെ പറയാല്ലേ? ഒരു മസാല ദോശയ്ക്ക് $12. $12 എന്ന് പറയുമ്പോൾ 650 രൂപ ഒരു മസാല ദോശ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കൊതി കൊണ്ടല്ലേ. ഇനി ഒരു മസാല ദോശ കഴിക്കാൻ പോലും ഉണ്ടാവും. റേഷൻ തീർന്നു കേട്ടോ. മസാല ദോശയില്ല. കൺവേർട്ട് ചെയ്ത് കുറെ കഴിയുമ്പോൾ നിൽക്കുമായിരിക്കില്ല നമ്മുടെ. അല്ല ഇതിലിപ്പോൾ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. നേരത്തെ എന്ത് സാധനം എടുത്താലും അപ്പോൾ പൈസ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. അയ്യോ ഇത്ര രൂപയാണ്. ഇപ്പോൾ കുറേ കുറഞ്ഞു. അപ്പോൾ 15 മിനിറ്റ് ഇതിലിപ്പോൾ തുറന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ വെക്കണേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സാധനം കിട്ടും. അതുവരെ കട്ടായിരിക്കും. കിട്ടിയത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റെഡ് ചട്നി, സാമ്പാർ, പിന്നെ തേങ്ങ ചട്നി, അത് മറ്റേ മുളക് ഒരു സ്വീറ്റ്. ഇത് മറ്റേ കല്യാണത്തിന് വീട് പിടിക്കുന്നതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലേ? അത് എഫക്റ്റാണ്. ഇപ്പൊ തന്നെ നിർത്തും പറയണ പോലെ അങ്ങനെ ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതിൽ 6-7 മാസം കൂടി കഴിക്കണോണ്ടാണ്. അടിപൊളി കേട്ടോ. ഇനി കഴിച്ചു കേട്ടോ കേട്ടോ. വയറ് നിറഞ്ഞത് പ്ലേറ്റൊക്കെ കണ്ടോ? ഫുള്ള് നമ്മൾ ഫിനിഷാക്കി ഗുഡ് ഗേൾസ് ആയിട്ടുണ്ട്. വലിയ മസാല ദോശ ആയിരുന്നു അല്ലേ? നന്നായിട്ട് വയറ് നിറഞ്ഞു. ഭയങ്കര സന്തോഷം.
അപ്പൊ നമ്മളിനിപ്പോ ഇവിടുന്ന് ഇറങ്ങാണ്. നമുക്കിവിടെ നമ്മുടെ ഇത് എഴുതി വെക്കാം കേട്ടോ, എന്താണെന്നുണ്ടോ നമുക്ക് പറയാനുള്ള ഇതിലോട്ടുള്ള ഫുഡിനെ കുറിച്ചുള്ളത്. അപ്പം എല്ലാവരും കട്ട ഇംഗ്ലീഷിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു നല്ല പച്ച മലയാളത്തിൽ എഴുതി ഒട്ടിക്കാന്ന്. ഒളിച്ചു വച്ചാനേന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതങ്ങ് ഒട്ടിച്ച് വെക്കും നമ്മുടെ വകയായിട്ട്. അയ്യോ കോട്ടയല്ല, അവള് കോട്ടയം ഗേൾസ്. ഞാൻ കോട്ടയം അല്ല, എറണാകുളമാണ്. ആ കോട്ടയം ഗേൾസ് ഇരിക്കട്ടെ അങ്ങോട്ട്. ഞങ്ങൾ കുറച്ച് കുൽസിത പ്രവർത്തികളിലാണ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ വന്നേക്കാട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും. ഫ്രോസൺ ആണെന്നേ ഉള്ളൂ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ ഒന്ന് കയറി കാണാം. ചക്ക നമ്മുടെ ചക്ക ഫ്രോസൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചക്ക, ഗ്രീൻ ചില്ലി, ഇതെല്ലാം ഫ്രോസൺ ഐറ്റംസ് ആട്ടോ. നമ്മുടെ ഉള്ളി, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടുന്നത്. അവിയൽ മിക്സ്, സാമ്പാർ മിക്സ്, ഇതെല്ലാം ഫ്രോസൺ ആട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബോണ്ട, സുഖിയൻ, പഴംപൊരി, പിന്നെന്താ ലഡു, ജിലേബി, പപ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഫ്രോസൺ ആയിട്ട് ഇവിടെ കിട്ടും. നമുക്ക് ജസ്റ്റ് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് കഴിക്കണമെന്നൊക്കെ അത്ര കൊതിയുള്ള, അപ്പൊ പോയി കുറച്ച് പൈസ കൂടുതലാണ്, എന്നാലും അത്ര ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് പോയി വാങ്ങിച്ച് ഇങ്ങനെ കഴിക്കാം. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ കടയിൽ ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടും. കപ്പ കിട്ടും, ചക്ക, ചക്കക്കുരു, വെണ്ടയ്ക്ക, കോവയ്ക്ക, ഇത് എല്ലാം ഫ്രോസൺ ആണെന്ന് മാത്രം. അങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ മസാല ദോശ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. അതെ, സക്സസ് ആയിട്ട് അടിപൊളിയായിട്ട് അവസാനിക്കാൻ പോവാണ്. സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല മസാല ദോശയായിരുന്നു. മസാല ദോശയുടെ കൂടെ നമ്മൾ ഷോപ്പിങ്ങിന്റെ Kmart, പിന്നെ ഇന്ത്യൻ സ്റ്റോർ, അങ്ങനെയൊക്കെ ഒരു ലൊട്ടിലെടുക്ക് വ്ളോഗ്. പക്ഷെ ഇതിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാല ദോശയാണ് കേട്ടോ. അത്രേ ഉള്ളൂ, അടിപൊളിയാണ് മസാല ദോശ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. അങ്ങനെ ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.